ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പ്ലാപ്പള്ളി ഉന്നതിയിലേക്കാണ്. ഏകദേശം 15ഓളം മലപ്പണ്ടാരം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഉന്നതിയാണ് പ്ലാപ്പള്ളി. എൻ്റെ കൂടെ ഇന്നുള്ളത് മഞ്ഞത്തോട് ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന നന്ദകുമാർ എന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഇനി ആ ഉന്നതിയിലേക്ക് പോവുകയാണ്. ഉണ്ടല്ലയോ? ഇവിടേക്ക് എങ്ങനെയാണ് വീട് താമസിക്കുന്നത്? ദൈവമേ, കൊള്ളല്ലേ? ഉള്ളു. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ്. നന്ദകുമാർ പോകുന്ന പാത നോക്കി ഒരാൾക്ക് കഷ്ടിച്ച് പോകാവുന്ന പാതയേ ഉള്ളൂ. രണ്ട് സൈഡും വനമാണ്. ഇടുങ്ങിയ വനത്തിൻ്റെ നടുവിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. കിടക്കത്തില്ല. ശരിയാ. ഇല്ലയോ? വനത്തിനുള്ളിലൂടെ യാത്ര വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. എപ്പോഴും ആനയുടെ സാമീപ്യം ഉള്ള സ്ഥലങ്ങളാണ്. കാരണം മറ്റ് മൃഗങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാവാം. എങ്കിൽ പോലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ്. ആ കാട് വളരെ രസമാണ്, കാണാൻ നല്ലതാണ്. കാട്ടിലൂടെ നടക്കുന്ന ഒരു സുഖം. നല്ല തണുപ്പുണ്ട്. പക്ഷേ കയറ്റം വന്നേ ഉള്ളൂ അല്ലേ? നെല്ലിയോ? അങ്ങനെ ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചുകൂടെ പോകണമെന്നാണ് നന്ദകുമാർ പറഞ്ഞത്. ആ വീട്ടിലേക്ക് ഒരു വീട്, ഏറ്റവും മുകളിലായിട്ടൊരു വീടുണ്ട്. ഒരു പാറപ്പുറത്ത് താമസിക്കുന്ന ഒരു കുടുംബം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ താഴോട്ട് ഇറങ്ങി വേണം മറ്റു കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമാണ് കാട്, രസകരമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ് വനം. ഏത് സമയവും വന്യജീവി ഇറങ്ങി നടക്കുന്ന സ്ഥലം കൂടിയാണിത്. ഇപ്പോൾ പിന്നെ മഴക്കാലമല്ലാത്തതുകൊണ്ട് പുഴുശല്യം ആവശ്യമില്ല. ഏകദേശം ഞങ്ങൾ ആ വീടിൻ്റെ എത്തിയിരിക്കുന്നു. നമുക്ക് ആ വീടൊന്ന് കാണാം. ഇതാണ് ആ പാറപ്പുറത്ത് താമസിക്കുന്ന കുടുംബം. നമ്മൾ ആ കുടുംബം എന്ന് നോക്കി, ഒരു പാറയുടെ മുകളിലായിട്ട് ടാർപ്പാളി ഷീറ്റ് മറച്ച് അങ്ങനെ 7 പേരടങ്ങുന്ന ഒരു കുടുംബമാണത്. ഇതാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മറ്റ് വീടുകളിലേക്ക് പോവുകയാണ്. ഇനി കുത്തനെയുള്ള ഇറക്കമാണ്. ആ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി വേണം ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകാൻ. ഈ ചെറിയ കുടിലുകളിലായി താമസിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സർക്കാർ ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ 1 ഏക്കർ ഭൂമി വീതം മഞ്ഞത്തോട് ആദിവാസി ഉന്നതിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു പ്രിമിറ്റീവ് ലൈഫാണ് മലപ്പണ്ടാരങ്ങൾ ജീവിച്ച് തീർക്കുന്നത്. കാരണം പ്രിമിറ്റീവ് ട്രൈബ്സിൻ്റെ ഗ്രൂപ്പിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും പക്ഷേ പത്തനംതിട്ട ജില്ലയിലെ മലപ്പണ്ടാരങ്ങൾ പൊതുവെ പ്രിമിറ്റീവ് ലൈഫ് തന്നെയാണ് വഹിച്ചു പോരുന്നത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ശബരിമലയിലെ മലപ്പണ്ടാരങ്ങളെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ കൂടുതൽ മലപ്പണ്ടാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കണ്ടോ, ഒരു വലിയ വൃക്ഷം കാറ്റടിച്ച് വീണ് ചെതുക്കിച്ച് കിടക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കുമ്പോൾ ഒരു ചെറിയതായിട്ടേ തോന്നത്തുള്ളൂ. പക്ഷേ ഒരു വൻ വൃക്ഷമാണ്. അടുത്ത് നേരിട്ട് കാണുമ്പോൾ വൻ വൃക്ഷമാണ്. അതിൻ്റെ മുകളിൽ കൂടി കയറിയാണ് ഞങ്ങൾ അപ്പുറത്ത് ഇറങ്ങുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ ഹൈറ്റും ഒക്കെ നോക്കി. ഇതാണ് വനം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഈ
വളരെ ശ്രമകരമായ ഒരു തൊഴിലാണ്, പിന്നെ ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ വനപാലകരൊക്കെ ചെയ്യുന്നത്. ഈ വനത്തിനുള്ളിൽ ഏത് സമയം അപകടം സംഭവിക്കുന്ന ഈ വനത്തിനുള്ളിൽ കൂടി അവരിങ്ങനെ എല്ലാവരും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി നയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത വീട്ടിലെത്തി. തുടർന്ന് നമുക്ക് സംസാരിക്കാം. അത് ഈ വീടിൻ്റെ നമ്മൾ അടുത്ത വീട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് അടുത്ത വീട്. ഞങ്ങൾ അടുത്തടുത്തോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞ വനപാലകരെ, കേരളത്തിലെ ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ കുറിച്ച് പറഞ്ഞ് അവരൊരു സമർപ്പണത്തോടു കൂടിയാണ് ഈ കാടുകളിലൊക്കെ കയറി ഇറങ്ങുന്നത്. അവരുടെ വന്യജീവി അവരെ ഉപദ്രവിക്കാം, എങ്കിലും അതൊക്കെ മറികടന്ന് അവരെ ഏൽപ്പിച്ച ആ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കി, ഇതൊരു ഏറുമാടത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവേണിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. വലിയ മരത്തിൻ്റെ മുകളിലാണ് ഈ വീട് വെക്കുന്നത്. ആ വീട് വെക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ അടുത്ത വീട്. നമ്മളെ വീട്ടിലുള്ളവരോടൊന്നും സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, കാരണം അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മനഃപൂർവ്വമാണ് അവരോട് നമ്മൾ കാര്യങ്ങളും ചോദിക്കാനോ അതിനെക്കുറിച്ച് എന്താണെന്നൊക്കെ ചോദിക്കാനൊക്കെ മടി കാണിക്കുന്നത്. എങ്കിലും അവരെ കാണുന്നുണ്ട്, ചെറിയ കുശലാന്വേഷണം നടത്തുന്നുണ്ട്. ചെറിയ ഒരു ചിരി ഒക്കെ നടത്തി, ഒരു സഹകരണമൊക്കെ നടത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവരുടെ ജീവിതത്തെക്കുറിച്ചും മറ്റൊന്നിനെക്കുറിച്ചും ചോദിക്കാനും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും നമ്മൾ മെനക്കെടുന്നില്ല. ഇതാണ് ഒരു വീടിൻ്റെ ഉള്ളാണ്, ശരാശരി ഒരു വീടിൻ്റെ ഉള്ള. അങ്ങ് ദൂരെ ഒരു വീട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞതിനോട് ഒരു 15ഓളം വീടുകൾ ആണ് ഇവിടെ ഉള്ളത്. ഇവർക്കൊക്കെ സർക്കാർ ഭൂമി കൊടുത്തിട്ടുണ്ട്. എങ്കിലും അവർ ഈ കാടിനെ വിട്ടൊരു കാടിനകന്ന് ജീവിക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അവരുടെ ആ കുടിയിൽ തന്നെ എത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ പുറമോട്ടാണ്. ഈ സമൂഹം വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ പുറമോട്ടാണ്. എന്നാലും ഉദ്യോഗസ്ഥന്മാരൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇവരെ വിദ്യാഭ്യാസ സ്കൂളുകളിൽ എത്തിക്കാനും കോളേജുകളിൽ എത്തിക്കാനും ഒക്കെ. പക്ഷേ ഇതിനൊക്കെ ഇടയ്ക്ക് ഈ സ്ഥിതിയിൽ നിന്നും ഈ വർഷം +2-ന് പിന്നെ ഫുൾ A+ വാങ്ങിച്ച ഒരു പയ്യൻ ഈ സ്ഥിതിയിൽ നിന്നും വളർന്നു വന്ന ഒരു പയ്യൻ ഈ പ്രാവശ്യം ഫുൾ A+ +2-ന് വാങ്ങിച്ചെന്ന് അറിയാൻ കഴിഞ്ഞു. അവൻ്റെ ബോർഡ്, ആ ഒരു പ്ലസ് ബോർഡ് കയറി വരുന്നിടത്ത് തന്നെ അത് സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് അത് കാണാം. ഇനി ഞങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോവുകയാണ്. മഴക്കാലത്തൊക്കെ ഇവരുടെ ജീവിതം വളരെ കഷ്ടപ്പാടാണ്. മലവാഴ അല്ലേ ഇത്? മലവാഴ. കാരണം മഴക്കാലത്ത് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം ജോലികൾ കുറവായിരിക്കും. വനവിഭവം കൃഷി ശേഖരിക്കാൻ വേണ്ടി വനത്തിൽ പോകാൻ കഴിയില്ല. അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം സർക്കാർ കൊടുക്കുന്ന റേഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തി. 10-15ഓളം വീടുണ്ട്. നമ്മൾ അതിൻ്റെ ലാസ്റ്റ് റോഡോട് ചേർന്ന് അങ്ങ് താഴെ റോഡാണ്, അടിവശം റോഡാണ്. പമ്പ ആ റൂട്ടാണ് താഴെ, ശബരിമല പമ്പ. പത്തനംതിട്ടയിൽ വരുന്ന ശബരിമല പമ്പ റൂട്ടാണിത്.
നമുക്ക് കാണാം റോഡ്. അങ്ങനെ കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച്, ഭംഗി ആസ്വദിച്ച്, അല്പനേരമെങ്കിലും ശുദ്ധവായു ശ്വസിച്ച്, ഈ വീടുകളെയൊക്കെ കണ്ട്, അവരെ ആൾക്കാരെയൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇവിടുന്ന് പിരിയുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.